സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7 സയൻസ് ക്യൂരിയോസിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരാണ് ദ വേൾഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? മെറ്റൽസിനെ പറ്റിയും നോൺ മെറ്റൽസിനെ പറ്റിയും. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ധാരാളം വസ്തുക്കളുണ്ട് അല്ലെ. അതിൽ ചിലത് എന്താണ്? തിളങ്ങുന്നതാവാം, തിളക്കമില്ലാത്തതാവാം, കട്ടിയുള്ളതാകാം, സോഫ്റ്റ് ആകാം, താഴെ വീണാൽ പൊട്ടിപ്പോകുന്നതുണ്ട്, പൊട്ടിപ്പോകാത്തതുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളത് അല്ലെ. അങ്ങനെയുള്ള രണ്ട് മെറ്റീരിയൽസ് ആണ് മെറ്റൽസും നോൺ മെറ്റൽസും. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതിലെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് യശ്വന്ത് ആൻഡ് ആനന്ദി ലിവ് ഇൻ എ വില്ലേജ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിൽ താമസിക്കുന്ന വില്ലേജിൽ താമസിക്കുന്ന രണ്ട് കുട്ടികളാണ് കേട്ടോ. അപ്പൊ ഇവർ സ്കൂളിൽ ഒരു പ്രോജക്റ്റ് കൊടുത്തു. എന്താണ്? to learn about craft person who works with metals. മെറ്റൽസ് ഉപയോഗിച്ച് ഒരു വസ്തുക്കൾ ഉണ്ടാക്കില്ലേ, അങ്ങനെയുള്ള ക്രാഫ്റ്റ് പേഴ്സണെ കുറിച്ച് പഠിക്കാനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ യശ്വന്ത് ആൻഡ് ആനന്ദി എന്ത് തീരുമാനിച്ചു? അവർ വിചാരിച്ചു അവരുടെ അടുത്തുള്ള ഒരു അയൺ സ്മിത്തിനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അയൺ സ്മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുമ്പ് പണിക്കാരാണ് അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇരുമ്പ് വസ്തുക്കളില്ലേ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? അയൺ സ്മിത്ത് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്തു? അവരുടെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ദ അയൺ സ്മിത്തിനെ കാണാനായിട്ട് പോകുന്ന പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും ഈ ഒരു പിക്ചറിൽ നിന്ന്? നോക്കൂ, ഒരുപാട് ഇരുമ്പ് വസ്തുക്കൾ കാണുന്നുണ്ട്. ബക്കറ്റ് ഉണ്ട്, പാത്രങ്ങളുണ്ട്, ചുറ്റികയുണ്ട്, അങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലെ. നമ്മുടെ വീട്ടുപണിക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, ടങ്സ് ഇരിപ്പുണ്ട്. അതുപോലെ ദാ ഒരു സ്ത്രീ ഇത് കണ്ടോ കറക്കുന്നത്? എന്താണ്? ഇതൊരു ഫർണസ് ആണ് കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് ഹീറ്റ് വരും, ഒരു ഓവൻ പോലെയുള്ള മെറ്റൽസ് ഒക്കെ ചൂടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് കരി ഉപയോഗിച്ചിട്ടാണ് ഇവർ ചൂടാക്കുന്നത്. വെള്ളവിരിപ്പുണ്ട്, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഉണ്ട്. കുട്ടികൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇവിടുത്തെ മുതിർന്ന ആളായ സുദർശൻ അങ്കിളിനോട് ചോദിക്കുകയാണ്, ഇത് എന്ത് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ സുദർശൻ അങ്കിൾ എന്ത് പറഞ്ഞു? വി യൂസ് അയൺ മെറ്റൽസ് ടു മേക്ക് ദീസ് ഐറ്റംസ്. അയൺ ഉപയോഗിച്ചിട്ടാണ് ഈ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇവര് വുഡും യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് വുഡ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കിക്കേ, ഈ പിടി അല്ലെ, നമുക്ക് ആ പിടിക്കേണ്ട ഭാഗമില്ലേ, ഹാൻഡിൽ, അതെന്താണ്? തടി ഉപയോഗിച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കോൾ എന്ന് ഞാൻ നേരത്തെ കരി പറഞ്ഞില്ലേ, അതാണ് കോൾ. ആ കോൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ഫർണസിൽ ഹീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതെന്തിനാണ്? നമ്മുടെ ഈ ഒരു അയൺസിനെ ചൂടാക്കാനായിട്ട്. അപ്പൊ ഇവർക്ക് പിന്നെയും ക്യൂരിയോസിറ്റി ആയി, എന്തിനാണ് അയൺ ചൂടാക്കുന്നതെന്നൊക്കെ. അങ്ങനെ സുദർശൻ അങ്കിൾ ചെയ്യുന്നത് നോക്കുകയാണ്. സുദർശൻ ഈസ് ഹീറ്റിംഗ് ആൻ അയൺ ബ്ലോക്ക് ഇൻ ദ ഫർണസ്. ഇറ്റ് ഹാസ് ബിക്കം റെഡ് ഹോട്ട്. ഹി സ്റ്റാർട്ട്സ് ബീറ്റിംഗ് ഇറ്റ് ഹാർഡ് വിത്ത് എ ഹാമർ. എന്തിനാണ് അങ്ങനെ ഹാമർ കൊണ്ട് അത് ബീറ്റ് ചെയ്യുന്നത്? അങ്ങനെ അതെന്തിനാണെന്ന് അവർ ചോദിച്ചപ്പോൾ സുദർശൻ എന്താണ് പറഞ്ഞത്? ആക്സിന്റെ ഷേപ്പിലേക്ക് അത് മാറ്റുകയാണെന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ ആക്സിന്റെ ഷേപ്പ്? ഒരു പരന്ന രീതിയാണല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒരു അയൺ ബ്ലോക്ക് എന്തായിട്ട് മാറി? ഫ്ലാറ്റ് ഷേപ്പുള്ള ഒരു ആക്സ് ആയിട്ട് മാറി. അപ്പോൾ ആ മെറ്റീരിയൽസിന്റെ ആ ഒരു പ്രത്യേകതയല്ലേ അത്? അതാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഓരോ മെറ്റീരിയൽസിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. കണ്ടോ, ഇവിടെ തന്നെ നോക്കിക്കോ, ഒരു അയൺ ബ്ലോക്ക് ആയിരുന്നു. അത് ചൂടാക്കിയിട്ട് എന്ത് ചെയ്തു? ബീറ്റ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് പരന്ന ഒരു ഫ്ലാറ്റ് ഷേപ്പിലേക്ക് മാറി. ഇങ്ങനെയുള്ള പല പ്രോപ്പർട്ടീസും നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അങ്ങനെ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പ്രോപ്പർട്ടി കണ്ടു. ഇത് എന്തിന്റെ പ്രോപ്പർട്ടി ആണ്? മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണ്. മെറ്റലിനെ നമുക്ക് ഫ്ലാറ്റ് ഷേപ്പ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കേണ്ട പ്രോപ്പർട്ടി ആണ് മാലിയബിലിറ്റി. അപ്പൊ ഇത് പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കണം. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റി മുഴുവനും ഞാൻ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റിക്കായിട്ട് എന്താണ് വേണ്ടത്? ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു പീസ് ഓഫ് കോപ്പർ വേണം, ഒരു അലൂമിനിയത്തിന്റെ പീസ് വേണം, ഒരു അയൺ നെയിൽ വേണം, ഒരു കോൾ പീസ് വേണം, ലംപ് ഓഫ് സൾഫറിന്റെ ഒരു പീസ് സൈസ്ഡ് ഒരു പീസ് വേണം, ബ്ലോക്ക് ഓഫ് വുഡ്. ഇത്രയാണ് വേണ്ടത്. എന്നിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ മെറ്റീരിയൽസിനെയൊക്കെ ഒരു ഹാർഡ് സർഫസിൽ വെച്ചിട്ട് ഒരു ഹാമർ വെച്ചിട്ട് എന്ത് ചെയ്യുക? അടിച്ചു നോക്കണം. ഇനി എന്താണ് അത് സംഭവിക്കുന്നതെന്ന് നോക്കാം.
ആദ്യം തന്നെ ഈ പീസ് ഓഫ് കോപ്പർ എങ്ങനെയാണ്, നല്ല അപ്പിയറൻസ് ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ്. ലെസ്ട്രസ്, നോൺ ലെസ്ട്രസ്. ലെസ്ട്രസ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത്, നോൺ ലെസ്ട്രസ് എന്ന് പറഞ്ഞാൽ തിളക്കമില്ലാത്തത്. കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? ലെസ്ട്രസ് ആണ്, തിളങ്ങുന്ന ഒരു മെറ്റീരിയൽ ആണ് കോപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഹാർഡാണ്. ഇനി ഹാമർ വെച്ച് ഇത് അടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഫ്ലാറ്റൻ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഫ്ലാറ്റൻ ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തത് അലൂമിനിയം ആണ്. അലൂമിനിയം നിങ്ങൾക്ക് അറിയാം, അലൂമിനിയം പാത്രമൊക്കെ വീട്ടിലുണ്ട് അല്ലെ? ആ മെറ്റീരിയൽ ആണ് അലൂമിനിയം. ഈ അലൂമിനിയം എന്താണ്? പാത്രമൊക്കെ നല്ല തിളങ്ങുന്നതല്ലേ? ലെസ്ട്രസ് ആണ്. അതുപോലെ തന്നെ അലൂമിനിയം എന്താണ്? ഹാർഡാണ്. ഇതേ സെയിം തന്നെ ഇതും അടിച്ച് നമ്മൾ ഈ ഒരു ഹാമർ വെച്ച് അടിച്ചാൽ എന്താണ്? അത് ഫ്ലാറ്റ് ആയിട്ട് മാറും. ഇനി അയൺ നെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതും തിളങ്ങുന്നതാണ്, ഹാർഡാണ്. ഹാമർ വെച്ച് അടിച്ചാൽ ഫ്ലാറ്റ് ആയിട്ട് മാറും. ഇനി കോൾ എന്താണ്? ഒരു കരിക്കഷ്ണമാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഒരു കരിക്കഷ്ണമാണ് കോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കോളിനെ നിങ്ങൾ അടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് പൊടിഞ്ഞു പോകും അല്ലെ? അത് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ അത് ഹാർഡാണ്, എന്നാലും അടിച്ചാൽ പൊട്ടിപ്പോകും. അതുപോലെ ലെസ്ട്രസ് ആണോ? തിളങ്ങുന്നതാണോ? അല്ല, നോൺ ലെസ്ട്രസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ലംബ് ഓഫ് സൾഫർ. സൾഫർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വസ്തുവാണ് കേട്ടോ. അതിന് അപ്പിയറൻസ് എന്ന് പറയുന്നത് നോൺ ലെസ്ട്രസ് ആണ്, തിളക്കമൊന്നും ഇല്ല അതിന്. അതുപോലെ തന്നെ അത് അടിച്ചാൽ എന്താണ്? പൊട്ടിപ്പോകും. ഇനി ബ്ലോക്ക് ഓഫ് വുഡ് ആണ്. വുഡ് എന്ന് പറയുന്ന തടി നിങ്ങൾക്കറിയാം, അതിനും തിളക്കമില്ല, ഹാർഡാണ്. പിന്നെ എന്താണ്? അടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പൊട്ടിപ്പോകത്തേ ഉള്ളൂ, ഫ്ലാറ്റൻ ആകത്തില്ല. ഓക്കെ, അങ്ങനെ ഈ ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കോപ്പർ, അലൂമിനിയം, അയൺ ഇതൊക്കെ എന്താണ്? ലെസ്ട്രസ് ആണ് അല്ലെ? നല്ല തിളക്കം മാറുന്നതാണ്. അതുപോലെ തന്നെ ഹാർഡ് ആണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഈ മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റൽസ്. ഓക്കെ, എന്താണ്? മെറ്റൽസ്. അപ്പൊ മെറ്റൽസിന് എക്സാമ്പിൾ പറഞ്ഞേ. കോപ്പർ, അലൂമിനിയം ആൻഡ് അയൺ. ഓക്കെ, അതുപോലെ മറ്റ് മെറ്റീരിയൽ എന്തായിരുന്നു? കോള്, സൾഫർ, വുഡ് ഇതൊക്കെ എന്താണ്? നോൺ ലെസ്ട്രസ് ആണ്. കണ്ടോ? അപ്പൊ ഈ വേർഡ്സ് ഒക്കെ മറക്കല്ലേ. നോൺ ലെസ്ട്രസ്, ലെസ്ട്രസ് ഇങ്ങനെയൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഇവരെന്താണ്? നോൺ ലെസ്ട്രസ് ആണ്. അതുപോലെ നമ്മുടെ ഈ ഒരു മെറ്റലിന്റെ അത്രയും ഹാർഡും അല്ല. ഓക്കെ, അപ്പൊ ഈ ലെസ്റ്റർ ഷോൺ ബൈ മെറ്റൽ ഈസ് നോൺ ആസ് മെറ്റാലിക് ലെസ്റ്റർ. ലെസ്റ്റർ മെറ്റൽസ് കാണിച്ചാൽ അതിനെ എന്താണ് വിളിക്കുന്നത്? മെറ്റാലിക് ലെസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ മെറ്റൽസിന്റെ പ്രോപ്പർട്ടി കണ്ടു. മെറ്റൽസ് എന്താണ്? ലെസ്ട്രസ് ആണെന്ന് മനസ്സിലായി, ഹാർഡ് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ, അയൺ എന്താണ്? അതിനെ നമുക്ക് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കാൻ സാധിക്കും അല്ലേ? ഓക്കെ, ഇനി എല്ലാ മെറ്റൽസും ഹാർഡ് ആണോ? അതുപോലെ തന്നെ എല്ലാ മെറ്റൽസും ഇതുപോലെ സോളിഡ് ആണോ? കട്ടിയുള്ള ഈ ബ്ലോക്ക് പോലെ കാണപ്പെടുന്ന സോളിഡ്സ് ആണോ? അല്ല, എല്ലാ മെറ്റൽസും ഹാർഡ് അല്ല, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിന് 2 എക്സാമ്പിൾ ആണ് സോഡിയവും പൊട്ടാസ്യം. ഇത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആണ് സോഡിയവും പൊട്ടാസ്യവും എന്ന് പറയുന്നത്. ഇവരും എന്താണ്? മെറ്റൽസ് ആണ്. ഇനി അതുപോലെ തന്നെ എല്ലാ മെറ്റൽസും സോളിഡ് അല്ല. ഒരേ ഒരു മെറ്റലേ ഉള്ളൂ സോളിഡ് അല്ലാത്തത്. അതാണ് നമ്മുടെ മെർക്കുറി. മെർക്കുറി എന്താണെന്ന് അറിയാമോ? നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടാണ് നമ്മുടെ മെർക്കുറി കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു മെറ്റൽസ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? മെർക്കുറി. മെർക്കുറി നിങ്ങൾക്ക് അറിയാം, നമ്മൾ തെർമോമീറ്ററിലൊക്കെ കാണുന്നതാണ് മെർക്കുറി. ഗ്രേഡ് 6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ്? വിച്ച് ഒബ്ജക്ട് ഡിഡ് യു ഫൈൻഡ് ബിക്കം ഫ്ലാറ്റ് ഓൺ ബീറ്റിംഗ് വിത്ത് ഹാമർ? ഏതൊക്കെയായിരുന്നു? കോപ്പർ, അയൺ നെയിൽസ്, പീസ് ഓഫ് അലൂമിനിയം. ഇവരാരാണ്? മെറ്റൽസ് ആണ് അല്ലെ? അവരെയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഹാമർ വെച്ച് അടിച്ചപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് മാറിയത്. അതെന്തുകൊണ്ടാണ്? അവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ പ്രത്യേകതയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? മാലിബിലിറ്റി. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ദ പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റീരിയൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ് ഈസ് കോൾഡ് മാലിബിലിറ്റി. നമുക്കൊരു മെറ്റീരിയലിനെ അടിച്ച് ഷീറ്റ് ആക്കാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് എന്താണ്? ഈ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റൽസ് അറിയാം ഇങ്ങനെ ഷീറ്റ് ആക്കാൻ പറ്റുന്നത്? നമ്മുടെ അലൂമിനിയം. നിങ്ങൾ ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ കണ്ടിട്ടില്ലേ? അതെന്ത് ഫ്ലാറ്റ് ആയിട്ടാണ് അല്ലേ? അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സിൽവർ ഫോയിൽ ഓൺ ദ സ്വീറ്റിന്റെ മുകളിൽ ഇരിക്കുന്ന സിൽവർ ഫോയിൽ. സിൽവർ എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു മെറ്റൽ ആണ്. അതിന് ഈ മാലിബിലിറ്റി എന്നൊരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് അതിനെ അത്രയും ഷീറ്റ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ.
നമ്മൾ കണ്ടിട്ടില്ലേ, ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ഈ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനെ എന്താക്കണം, ഷീറ്റ് പോലെ ആക്കണം അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ് പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റീരിയൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ് ഈസ് കോൾഡ് മാലിബിലിറ്റി. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചല്ലോ. അപ്പോ നമ്മൾ കണ്ടല്ലേ, നമുക്ക് സൾഫറും അതുപോലെ കോളും ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അല്ലേ. അവർക്ക് എന്താണ് പറ്റിയത്, അവര് ബ്രിട്ടിലായി. എന്താണ് ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ, അടിച്ചപ്പോ എന്ത് പറ്റി, പൊട്ടിപ്പോയി അല്ലേ. അപ്പൊ അവരുടെ പ്രോപ്പർട്ടി എന്താണ്, അവർ നോൺ മെറ്റൽസ് ആണ് അല്ലേ. അവർക്ക് ഈ മാലിബിലിറ്റി ഇല്ല, പകരം അവരെന്താണ്, ബ്രിട്ടിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നെയ്തർ ഗെറ്റ് ഫ്ലാറ്റൻ ഇൻറ്റു ഷീറ്റ് നോർ ബ്രേക്ക് ഇൻറ്റു പീസസ് അല്ലേ. അപ്പൊ അവരുടെ നോൺ മെറ്റൽസിന്റെ പ്രത്യേകത എന്താണ്, നെയ്തർ മാലിയബിൾ നോർ ബ്രിട്ടിൽ. ഇനി എന്താണ് മെറ്റൽസിൻ്റെത്, മെറ്റൽസ് ആർ മാലിയബിൾ ലെസ്ട്രസ് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പഠിച്ചത്, മാലിബിലിറ്റി. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.